ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം, നിമിഷ നേരം കൊണ്ട് സംഭവിക്കാം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന കിടത്തത്തിന്റെ ഇടയിൽ ഒരു നെഞ്ചുവേദന വന്നാൽ മതി, പരിശോധിച്ച ഡോക്ടർ പറയാ ഹാർട്ടിലേക്കുള്ള 3 ബ്ലോക്കായി കിടക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തീരാവുന്ന പവറേ എനിക്ക് നോക്കുന്നുള്ളൂ. രാത്രി തിന്നത് രാവിലെ ആയിട്ടും ദഹിക്കാതെ വയറ്റിൽ കിടന്നാ തീരാവുന്ന പവറേ ഉള്ളൂ. ഒഴിക്കുന്ന മൂത്രത്തിന്റെ ട്യൂബ് ഉള്ളിലേക്ക് കുത്തിക്കേറ്റിടാം, പറ്റിയാലെങ്ങ് കൊയ്ക്കാൻ പറ്റൂന്ന് പറയുന്ന സമയം വരെ ഉള്ളൂ. ഒന്ന് ബാത്റൂമിൽ ഇരുന്നാൽ ഒന്ന് മുക്കാൻ പോലുള്ള കഴിവില്ലെങ്കിലേ മനുഷ്യരെ അത്ര പവറേ ഉള്ളൂ ഈ ദുനിയാവിൽ എനിക്കും നോക്കും ഒക്കെ. ആ പടച്ചോന്റെ ദുനിയാവില് ആ അള്ളാഹു നൽകുന്ന ഒരു നിർണായക പരീക്ഷണത്തിന്റെ മുൻപില് ഞാൻ പടച്ചോനെ ഇതൊന്നിക്ക് കുറച്ച് താ റബ്ബേ, വേദന എനിക്ക് ഒരു ആശ്വാസം കൊണ്ട റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കാനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിലോ, ആ പ്രാർത്ഥന പോലും പടച്ചോന്റെ അടുത്തേക്ക് എത്താത്തൊരു ജീവിതമാണെങ്കിലോ, അങ്ങനെ ആവാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമുക്ക് ആരെയും തോൽപ്പിക്കാനല്ല, നമ്മൾ ജയിക്കാനാ. നമുക്ക് ആരെ മുൻപിലും സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, നമുക്ക് റബ്ബിന്റെ മുൻപിൽ സർട്ടിഫിക്കറ്റ് നേടാനാ. നമ്മൾക്ക് ആർക്ക് മുൻപിലും ഒരു പവർ കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അഭിമാനത്തോടെ പടച്ചോൻ വിളിക്കുമ്പം പുഞ്ചിരിച്ചോണ്ട് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനാ. അതിന് അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ നമ്മളെ പ്രാർത്ഥനയേക്കാൾ വലിയൊരു ആയുധം തന്നിട്ടില്ലെങ്കിൽ, നാഥാ വേദനിപ്പിക്കാതെ, മാരക പരീക്ഷണങ്ങൾ തരാതെ, നിത്യരോഗിയാക്കാതെ നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സമാധാനമുണ്ട്. പുലർച്ചെ 4 മണി മുതൽ 7 മണി വരെയാണ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നാട്ടിലുള്ള ഒരാൾക്ക് ഡയാലിസിസിന് കിട്ടിയത്. 6 മാസത്തിന്റെ ഇടക്ക് പലരും കൈയൊഴിഞ്ഞു. കൊണ്ടുവരാൻ ആളില്ല അവിടേക്ക്. കാരണം ഏറ്റെടുത്ത പല കുടുംബക്കാർ 2 ദിവസം കൊണ്ട് മതിയായി. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് വരണം, വാഹനം വേണം, വന്നിട്ട് 3 മണിക്കൂർ കാത്തു നിൽക്കണം. ഒരു നിത്യരോഗിയായി കഴിഞ്ഞാൽ തീരാവുന്ന പവറേ എനിക്കുള്ളൂ എങ്കിൽ മനസ്സ് തുറന്ന് പടച്ചവനോട് ആദ്യം പറയേണ്ടത്, നാഥാ എന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള എന്തെങ്കിലും സ്വഭാവം എന്റെ സമ്പത്തിലുണ്ടെങ്കിൽ, എന്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു കഴിവും പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു അടിമയായും ഇങ്ങനെ സ്വീകരിക്കണേ റബ്ബേ. എനിക്ക് ഇനിയൊന്നും ദുനിയാവിൽ കൂടുതൽ തരണ്ട, ഉള്ളതെടുക്കാതിരുന്നാ മതി, ആരോഗ്യം ക്ഷയിപ്പിക്കാതിരുന്നാ മതി, സുഖേടുകാരനാക്കാതിരുന്നാ മതി, കടക്കാരനാക്കാതിരുന്നാ മതി, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാൻ പറ്റുന്ന നല്ലൊരടിമയാക്കി തന്നാ മതി റബ്ബേ എന്നേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. അതേ നമുക്ക് ഉപകാരപ്പെടൂ. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം